ആഹാ, കേറി വാ. അവരോട് പണി നിർത്താൻ പറ മോളെ. ഏ, അവരോടത് മാറ്റരുതെന്ന് പറ. ഈ സാധനങ്ങൾ കിട്ടിയ കേമാക്കാം സാർ. அந்த நிருபம் மேடம் வந்திருக்காங்க. வர சொல்லு. மேடம் ப்ளீஸ். ബാ. I am സീതാറാം അയ്യർ. അയ്യോ എനിക്കറിയാം സർ. സാറിന്റെ കടയിൽ നിന്നാ ഞങ്ങള് ഫംഗ്ഷൻസിന് സാരിയൊക്കെ വാങ്ങുന്നത്. എന്റെ വൈഫ് രുക്മിണി, പുതിയടും രാമൻ നമ്പൂതിരി. പ്ലീസ്. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. നമ്മളെ പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണ. ഇന്നലെ നിരുപമ മാധവമ്മയ്ക്ക് കൊടുത്ത വെജിറ്റബിൾസ് അതവർ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ചിലപ്പോൾ പറഞ്ഞു കാണും. ആൻഡ് ഐ ഷുഡ് സേ, കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ ഇത്ര ശുദ്ധമായിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. നമ്പൂരിയെ പറ്റി നിരുപമ കേട്ടിട്ടുണ്ടോന്നറിയില്ല. സദ്യ എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിയുടെ സദ്യ. അതിന് കേരളത്തിൽ ഇദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് നിരുപമയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. സോ ലെറ്റ് മീ കം ടു ദി പോയിന്റ്. ഞങ്ങൾക്ക് നിരുപമയുടെ വെജിറ്റബിൾസ് വേണം. ഐ മീൻ, ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങാൻ തയ്യാറാണ്, നിരുപമ പറയുന്ന വിലയ്ക്ക്. അയ്യോ സാർ, ഞങ്ങൾക്ക് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ സാറി പറയുന്നത്? സാറിനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ വേണമെന്നല്ല, 4 മാസം കഴിഞ്ഞ്. ഇഫ് യു ആർ ഓക്കെ, നാളെ തന്നെ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരാം. അയ്യോ, അഡ്വാൻസ് ഒന്നും വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. പെർഫെക്റ്റ്. 2000 പേർക്കുള്ള വെജിറ്റബിൾസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. എത്ര? 2000. മകളുടെ മാരേജ് റിസപ്ഷന് വേണ്ടിയാ, 6th of June എന്ന് പറയുമ്പോ ഇനി കൃത്യം 4 മാസം. നിങ്ങളുടെ 1 ഏക്കർ ഫാമിനെ പറ്റി മാധവമ്മ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തലേസം തന്നെ എത്തിച്ചോളോ. നിങ്ങളുടെ ഫാമിലി എന്താ ഇല്ലാച്ചാ അത് നേരത്തെ തന്നെ ഒന്ന് അറിയിച്ചു വെച്ചേക്കാം. അങ്ങനെയുള്ളത് വേറെടുത്തും തരപ്പെടുത്താലോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നോ പെസ്റ്റിസൈഡ്സ്, നോ എൻഡോസൾഫാൻ. സദ്യക്ക് ക്യാൻസർ വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ മാധവമ്മയ്ക്ക് കൊടുത്ത പോലെ 100% ശുദ്ധമായത്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് വെരി ആംഗ്രി. തക്കാളി കണ്ടപ്പോ തന്നെ പരാഗണം കൃത്യാന്ന് ബോധ്യായി. എന്താ അങ്ങനെയല്ലാന്നുണ്ടോ? പച്ചക്കറികൾ പലതും തഴച്ചങ്ങട് വളരാത്തത് പരാഗണം കൃത്യമല്ലാത്തോണ്ട് തന്നെയാ. എന്തേ? സോ ജസ്റ്റ് ഗോ ത്രൂ ദി ലിസ്റ്റ്. നാളെ രാവിലെ തന്നെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പക്ക യെസ് കിട്ടിയിട്ട് വേണം വേറൊരു പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. കാബേജ് 35 കിലോ, ക്യാരറ്റ് 30 കിലോ, വെള്ളരിക്ക 25 കിലോ, ഉള്ളി 20 കിലോ. ഒരു പച്ചക്കറി ചന്തയിൽ ഉള്ളതിനെക്കാട്ടിലും സാധനങ്ങൾ ഉണ്ടല്ലോ ഇതില്. എല്ലാം വിളഞ്ഞ് റെഡിയാവുമ്പോ എങ്ങനെയാ? എന്റെ ഫാമിലോട്ട് ലോറി അയക്കോ അതോ അതും എനിക്ക് സ്വന്തമായിട്ടുണ്ടോ? അയ്യോ മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പറയുമ്പോ ഒരു സ്റ്റൈൽ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ ഒരു കല്യാണ സദ്യക്കുള്ള പച്ചക്കറി എടുത്ത് പെടലിക്ക് വെച്ച് വരുമെന്ന് ഈശ്വരനാണ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മോളത് മാറ്റി പറയാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റാതായേനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരെയും വിളിക്കാനും പോകുന്നില്ല, ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. അവനവൻ കുഴിച്ച കുഴികള് അവനവൻ തന്നെ അങ്ങ് മൂടിയാ മതി. അയ്യോ, ഇനി ഇപ്പൊ ഞാൻ എന്തോന്ന് അവിടെ ചെന്ന് പറയും? ഭൂകമ്പത്തിലെ ഫാം 2ആയിട്ട് പിളർന്നു പോയിന്ന് പറ. അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരി പറഞ്ഞ പോലെ പരിഗണിച്ചാ പോരെ? എന്ത്? അല്ല, പരിഗണിച്ചാ പച്ചക്കറികൾ തഴച്ചു വളരുമെന്നല്ലേ അങ്ങേര് പറഞ്ഞത്? പരാഗണം എന്താന്ന് വല്ല നിശ്ചയുണ്ടോ? ഇല്ല. എന്നാലേ എനിക്കും നിശ്ചയില്ല. അങ്ങോട്ട് പിടിക്ക. മോള് വാ, ഇതിന് പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത്രയും പച്ചക്കറികളാണ് വേണ്ടത്. ഇതൊന്നും ഒരു ഓർഡറേ സിസ്റ്ററെ. ഇപ്പറയുന്ന ഡേറ്റിന് സിസ്റ്റർ ഇങ്ങ് വന്നാ മതി, സംഗതി റെഡിയായിരിക്കും. അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് സാധനം ഞാൻ തരാം. കൊണ്ടുപോകാനുള്ള വണ്ടിയും ഞാൻ ഏർപ്പാട് ചെയ്യാം.
ഒരു ഉറപ്പിനായിട്ട് വേണേൽ 4-5 ദിവസം മുമ്പേ അങ്ങ് എത്തിക്കാം. അപ്പൊ പിന്നെ റിസ്ക് ഇല്ലല്ലോ. പക്ഷെ അത്രയും നേരത്തെ എത്തിച്ച് എല്ലാം കേടായി പോയാലോ? 10 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാ. ഇനി വേണേലിരിക്കും ഇതുപോലെ ഒരാഴ്ച. കേരളത്തിൽ ഒരു പച്ചക്കറിയും കേടാവില്ല സിസ്റ്ററെ. ഒറ്റ കാര്യമേ ഉള്ളൂ ബെന്നിച്ച, ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കണം. മരുന്നടിക്കാത്ത പച്ചക്കറി വേണമെന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് മണ്ണും ചെളിയും പൊടിയൊക്കെ തേച്ചങ്ങ് കൊടുത്താ പോരെ. ജൈവമാണെന്നേ തോന്നത്തുള്ളൂ. പിന്നെ ഈച്ച വന്നിരിക്കാനുള്ള മരുന്നും അടിച്ചേക്കാം. അപ്പൊ പിന്നെ ഫ്രഷ് ആണെന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ടാവില്ലല്ലോ. അല്ല, ഫ്രഷ് സാധനം തന്നെ വേണം. ഈ കാണുന്ന പോലെ പഴുത്തു തുടുത്തു വരണമെങ്കിൽ അത്യാവശ്യം ചില വേലകളൊക്കെ കാണിക്കേണ്ടി വരും സിസ്റ്ററെ. വിത്തിടുമ്പോഴേ അവന്മാരത് അവിടെ ചെയ്യും, തമിഴ്നാട്ടിലെ. പിന്നെ ലോറി കയറ്റുന്നതിന് മുമ്പ് വെന്റിലേറ്ററിലോ മറ്റോ ഒന്ന് മുക്കിപ്പൊക്കി എടുക്കുകയും കൂടെ ചെയ്താൽ സംഗതി സേഫ് ആയിട്ട് ഇവിടെ ഇരുന്നോളും. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചില പൊടി കൈകളും. പക്ഷെ ഇതൊക്കെ ശരീരത്തിന് ചീത്തയല്ലേ എന്ന് ചോദിച്ച പറയുന്ന നേരത്ത് കായ്ക്കുകയും കേടാകാതിരിക്കുകയും ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ എന്താ ലാഭം? പച്ചക്കറിയാണോ, അതിൽ ഫ്യൂറിഡാനും ഫോറേറ്റും ഒക്കെ കാണും. അതിൽ കുറച്ച് കാർബൈഡ് പോയി പെട്ടെന്ന് പഴുക്കട്ടെ. ഈ സാധനമൊക്കെ തേച്ചത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എപ്പോ ആള് വടിയായെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് തന്നെയാണോ കൊടുക്കുന്നത്? അല്ലല്ല, വീട്ടിലാവശ്യത്തിന് നമുക്ക് വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാര് CBI? എവിടെ പോയാലും ഇതുപോലത്തെ ഒക്കെ തന്നെ കിട്ടാൻ പോണത്. ഒരു ചെറിയ കള്ളത്തരം ഇല്ലാതെ കച്ചവടം ഉണ്ടോ മോളെ? എനിക്കറിയില്ല. പക്ഷെ ഇനി ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് മനുഷ്യർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിലല്ല. അയ്യോ, ഈ പറഞ്ഞതുപോലുള്ള കുഴപ്പമൊന്നും ഇല്ല മോളെ. എന്റെ വീട്ടിലും വെപ്പും തീനും ഒക്കെ ഉണ്ടായിരുന്നപ്പോ ഞാനും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മേടിച്ചോണ്ടിരുന്നത്. ഇനി എന്നാ ആശുപത്രി പോണെന്ന് പറഞ്ഞത്? ഏതായാലും കൊള്ളാം. 2000 പേർക്ക് സദ്യ, അത് നീ. ലച്ചുവിനോടൊന്ന് പറയാനൊരു തമാശയായി. സീതാറാമയ്യര് വിളിക്കാന്ന് വെച്ചാ അതൊരു ക്രെഡിറ്റ് ആണെന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സുള്ള ആളാ. സാറിന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല ചാൻസാ. അതിപ്പോ പ്രസിഡന്റ് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചതും നല്ലൊരു ചാൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന കേട്ട് നീ ആ പണിക്കാരെ പറഞ്ഞു വിട്ടോ. നാളെ തന്നെ അവരെ വിളിച്ച് അതൊക്കെ മാറ്റാൻ നോക്കൂ. ഇനിയിപ്പോ അതിവിടെ നിൽക്കട്ടെ. നിന്നിട്ട് കല്യാണം നടത്തി കൊടുക്കാനോ? ഒരുപാട് VIPs വരുന്ന കല്യാണമായിരിക്കും എന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്. അവരുടെ മുമ്പിൽ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യം തന്നെയാ. നമ്മുടെ ടെറസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു. അവിടെ അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കുന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ആ ലിസ്റ്റിൽ പറഞ്ഞ പോലെയുള്ള പച്ചക്കറികൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഓ, അത്രയൊക്കെ നീ ചിന്തിച്ചോ ഇതിനോടകം? ഞാൻ പറഞ്ഞില്ലേ രാജീവ്, ഇന്ന് ആ ഗോഡൌണിൽ അതെല്ലാം കാണുകയും കൂടെ ചെയ്തപ്പോ പലരും വന്ന് പലതിലേക്ക് എടുത്ത് ചാടിക്കാൻ നോക്കും. കാര്യത്തോട് എടുക്കുമ്പോൾ ഒരാളും ഉണ്ടാവില്ല. ഒരു നാണക്കേട് തീർന്നിട്ടേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വരരുത്. ബാക്കിയുള്ളവന് ഇവിടെ തലയുയർത്തി നടക്കണം. നാളെ തന്നെ അയ്യരെ വിളിച്ച് ഇതിൽ ഒഴിച്ചോണം. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, കേട്ടല്ലോ? ശരി. എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്തു തന്നോളും. സുഹറ നിരുപമയുടെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇതിനൊക്കെ എവിടുന്നാ നേരം? അത് ഈ പ്രായത്തില് വേണമെങ്കിൽ അങ്ങേരോട് ചോദിക്കാം. വേണ്ടേ? നമ്മുടെ സീതാറാം സിന്റെ ഓണറുടെ മോളുടെ ഐ ആം റെഡി. ഗ്രീൻ ഹൗസ്
ഗ്രീൻ ഹൗസ് ആ സെർച്ച് ചെയ്ത്. ടെറസ് മതി. 7 പേര് സമ്മതിച്ചു. വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മളൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ഇത് കഴിഞ്ഞുള്ളതിൽ നിന്നാണ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആൾക്കാർ ചോദിച്ചറിഞ്ഞു വരണം. റെഗുലറായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം, മാർക്കറ്റിലും ചടങ്ങുകൾക്കും ഒക്കെ. പിന്നെ സാധാരണ പച്ചക്കറിയേക്കാൾ വില കിട്ടും ഓർഗാനിക്കിന്. എന്നിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പോലെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഷോപ്പിങ്ങിന് പോവാൻ. എന്നാലും നമ്മുടെ ഭർത്താക്കന്മാരല്ലേ, അപ്പോഴും അവര് പറയും എന്തൊക്കെയായാലും ടെറസ് ഞങ്ങളുടെ ആയിരുന്നല്ലോ എന്ന്. മൊത്തം എക്സ്പെൻസ് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഞാൻ എൻ്റെ പേരിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാം. ഹൗ ഓൾഡ് ആർ യു? 36. സെക്യൂരിറ്റി ഒന്നും തരാനില്ലാത്തതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. BP ഉണ്ടല്ലേ? സാറിനെങ്ങനെ അറിയാം? പത്രത്തിലുണ്ടായിരുന്നല്ലോ. പോളിസി ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഐ വിൽ ഡു ദ നീഡ്ഫുൾ. പിന്നെ 5 ലക്ഷം രൂപയ്ക്കൊക്കെ സാധാരണ 40 കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർ മെഡിക്കൽ ചെയ്യാറുള്ളൂ. പക്ഷേ ചില കേസുകളിൽ അവർ ഇൻസിസ്റ്റ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫിറ്റ്. ഷുഗർ ഓക്കെ, ലിവർ ഫങ്ഷൻ ഓക്കെ, കൊളസ്ട്രോൾ ബോർഡർ. അവിടുത്തെ മെഷീനിൽ ഞാൻ നോക്കി 2.5 കിലോയാ ഓവർ വെയിറ്റ്. പക്ഷെ മെഷീൻ കുറച്ച് പഴയതായിരുന്നു എന്നാ സംശയം. ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റുമോ? ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അയ്യരുടെ അഗ്രിമെന്റും ക്യാൻസൽ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുക. ഇതാണ് അവസ്ഥയെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ഓട്ടോ അല്ല, അത് ചെയ്യാൻ ആർക്കും പറ്റും. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ലല്ലോ. വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14ാമത്തെ ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. വെളുപ്പിന് എണീറ്റ് ഓടുക എന്നൊക്കെ പറഞ്ഞാല്, അതും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോ വല്ല പ്രാന്തം പിടിച്ചതാന്ന് വിചാരിക്കും ആൾക്കാര്. അത് മാത്രമല്ല ജയ, ഈ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് ഓർഡറുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പെട്ടുപോകും ഞാൻ. ചേച്ചിക്ക് അറിയാലോ, ഇവര് ലോൺ എടുത്തിട്ടാ ഇവർ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പിന് പോയത്. സ്ഥലം കാണാൻ വേണ്ടിട്ട് തന്നെയാ. അന്നീ പറയുന്ന ആളുകളൊക്കെ ഇവരെ കളിയാക്കി. വീടും പറമ്പൊക്കെ ബാങ്ക് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കട 3 മണിക്കൂർ അധികം തുറന്നു വെച്ച് 2.5 വർഷം കൊണ്ട് അവരത് വീട്ടി. ഇതുവരെ 5 രാജ്യങ്ങളാണ് അവർ കണ്ടു തീർത്തത്. തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്ന് വരെ. സൂസൻ, തന്റെ ഒറ്റയാളുടെ നിർബന്ധത്തില അവരുടെ പ്രസന്റേഷൻ ഞാൻ പ്രോഗ്രാം ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കമ്മിറ്റിക്കാർക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവര് പറയും. നിരുപ്പമേ തനിക്ക് അറിയാഞ്ഞിട്ടാ. അവളുടെ സ്പീച്ച് കേൾക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് കാത്തിരുന്നിട്ടുണ്ട്. അത് കോളേജില് 10-15 വർഷം മുൻപ്. ഇത് ക്രൗഡ് വേറെയാ. കേരളത്തിലെ ടോപ്പ് ആർക്കിടെക്ട്സ്, പോരാഞ്ഞതിന് മന്ത്രിയും കളക്ടറും. മാഡം, എക്സ്ക്യൂസ് മീ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Next I call upon Nirupama Rajiv to take the stage. After 14 years. Head up, Nirupama Krishnan. താങ്ക്സ്. പക്ഷേ കൈ കഴുകാൻ മറക്കരുത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്.
എൻഡോസൾഫാൻ, എക്കാലെക്സ്, ക്ലോറോഡെയിൽ, ഫംഗിസൈഡ്. കെമിക്കൽ കോക്ടെയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ പറ്റിയിരിക്കുന്നത്. ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, പിന്നെ ക്യാൻസർ. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. വൈറ്റമിൻ എ കണ്ണിന്, സി രോഗപ്രതിരോധ ശക്തിക്ക്, ബി കോംപ്ലെക്സ് നാഡീവ്യൂഹത്തിന്. പക്ഷെ അത് പഴയ കഥ. നമ്മുടെയൊക്കെ പൂർവികർ പറമ്പിലിറങ്ങി പണിയെടുത്തിരുന്ന കാലത്തോളം പഴക്കമുള്ള മുത്തശ്ശി കഥ. ആഴ്ചയിൽ 7 ദിവസവും എല്ലാ വൈറ്റമിനും നൽകിയിട്ടും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിയുമായി ശിശുരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. പനിക്കും ജലദോഷത്തിനും വിളർച്ചയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ അദ്ദേഹം മരുന്ന് കുറിച്ച് തരുമ്പോൾ തൽക്കാലം അത് കുറയുന്നത് കണ്ട് നമ്മൾ ആശ്വസിക്കുന്നു. വീണ്ടും അടുത്ത മാസം അതേ ഡോക്ടറുടെ അടുത്ത് എത്തും വരെ. നമ്മുടെ ചെറുപ്പത്തിൽ എത്ര തവണ പോയിട്ടുണ്ട് നമ്മളൊരു പീഡിയാട്രിഷ്യന്റെ അടുത്ത്? എത്ര തവണ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ? 2, അങ്ങേ അറ്റം 3. ഇന്ന് അതല്ല കണക്ക്. വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാളേറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിഡാനും കാസർഗോഡ് മാത്രമാണുള്ളതെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും നീണ്ട ലിസ്റ്റിലെ 2 പേരുകൾ മാത്രം. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ. കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്ന് ഈ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറെ ഒരു കുറുക്കുവഴിയുമില്ല. വീണ്ടും വാ, കയറിയിട്ട് പോവാം. അയ്യോ, ഇന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ 7 മണിക്കൊരു അപ്പോയിന്റ്മെന്റ്. ബൈ ബൈ. പ്രോഗ്രാം നന്നായി. മിനിസ്റ്റർ ഒരു പ്രപ്പോസൽ വെച്ചു, ഞാനത് ഏൽക്കുകയും ചെയ്തു. എന്താ? മുളകത്തൊട്ടിയില്ലേ? ആളാകെ മാറിപ്പോയല്ലോ, വല്ലാതെ. 5-6 ദിവസമായിട്ട് സ്കൈപ്പിലും കണ്ടില്ല. ബിസി അല്ലേ? ലച്ചു എവിടെ? അവള് വന്നിട്ടില്ല. പരീക്ഷയാ. എൻ്റെ ഒരു കൊളീഗിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ജിമ്മി? അയാളുടെ മോള് അവളുടെ സ്കൂളിലാ. ആ വീട്ടിലാക്കി. വെൽക്കം ടു അയർലൻഡ്. എല്ലാം പാക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ. 2-ാം തീയതിയാ. തൽക്കാലം 1 വർഷത്തെ ലോങ് ലീവിന് എഴുതി കൊടുക്കാം. ബാക്കി പിന്നെ ആലോചിക്കാം. രാജീവ്, 6-ാം തീയതിയാ ആ മാരേജ് ഫംഗ്ഷൻ. അറിയാം, പക്ഷേ ആരൊക്കെയോ സഹായിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അവരെ ഏൽപ്പിച്ചാ പോരെ? അത് കഴിഞ്ഞാലും എനിക്കിവിടെ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ലോണിന്റെ കാര്യമാണെങ്കിൽ അത് ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇപ്പൊ എനിക്കത് അഫോർഡ് ചെയ്യാം.
അവിടെ ക്ലൈമറ്റും ഫുഡും ഒരു പ്രശ്നം തന്നെയാണ്. ലച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതവളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ജോലിക്കാരെ വെക്കാന്ന് വെച്ചാൽ 50,000 60,000 ഒക്കെയാണ് അവിടെ അവർക്ക് ശമ്പളം. പോകുന്നതിന് മുമ്പ് അമ്മയെ വീട്ടുജോലിക്കാരിയെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അല്ലേ? അതും അഫോർഡ് ചെയ്യാമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സർപ്രൈസ് വിസിറ്റ് ഉണ്ടാകുമായിരുന്നോ? വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ അതൊക്കെ മോശമാണെന്ന് തോന്നി തുടങ്ങിയോ മാഡത്തിന്? ഇല്ല, പക്ഷേ 3 നേരം അതുമാത്രം ചെയ്താൽ ഭർത്താവിന് ബോറടിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കണമല്ലോ ഏതു ഭാര്യയും. അതാണ് ഇൻസ്പിറേഷൻ. എന്തോ ചെയ്തു തുടങ്ങിയെന്നൊരു തോന്നൽ ആദ്യമായിട്ടുണ്ടാവുകയാണ് ലൈഫിൽ. എനിക്ക് മാത്രമല്ല, എൻ്റെ വാക്ക് വിശ്വസിച്ച് നിൽക്കുന്ന രാജീവ് സഹായികളെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കും. അതിനിടയിൽ എവിടെ പെടും ഭർത്താവും മകളും? അതും അറിയണമല്ലോ. തരുന്ന വില 1% കുറയാതെ തിരികെ കിട്ടുന്നത് എവിടെയോ അവിടെ. ഹാപ്പിലി മാരീഡ് എന്ന വാക്ക് ഭർത്താവിന്റെ മാത്രം അവകാശമല്ല. ഒരാൾ മാത്രം ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഇടം എന്നതല്ല അതിന്റെ ഡെഫിനിഷൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്കും പറയാനുണ്ടാവും രാജീവ്. അതെന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച്. ലച്ചു, അമ്മയ്ക്ക് നമ്മുടെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മ വരുന്നില്ല. ഇവിടുത്തെ കമ്മിറ്റ്മെന്റ്സ് അവളെക്കാളും വലുതാണെന്ന് പറഞ്ഞേക്ക്. ലച്ചു മോളെ, ലച്ചു, എന്റെ ആ ഫംഗ്ഷനെ പറ്റി നിനക്കറിയാമല്ലോ. നീ കരയാതെ. ഞാൻ വരാം. ഞാൻ വരാം. അതും ഇങ്ങനെ സംഘം ചേർന്ന് വരണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒന്നര ഏക്കർ ഫാം. എന്താ നമ്പൂരി? താങ്ക് യു. ഇനിയും 6 ദിവസം ബാക്കിയുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് ധൈര്യമായിട്ട് പറയാം. താങ്ക് യു. കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, എന്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. ഇവരുണ്ടാവും. ഞാൻ മറ്റന്നാൾ അയർലൻഡിലേക്ക് പോവുകയാണ് ഹസ്ബൻഡിന്റെ കൂടെ. പക്ഷെ സാറ് വരീടാവണ്ട. 5-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പ് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടേ ഞാൻ പോകൂ. മിനിസ്റ്റർ ഇന്നലെ സൂചിപ്പിച്ച കാര്യം ഈസ് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യം ഒരു ക്ലീനിങ് അപ്പ്. എല്ലാ ജില്ലകളിലെയും വെജിറ്റബിൾ മാർക്കറ്റ്സിലും ഗോഡൌണുകളിലും
ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ. മിനിസ്റ്ററുടെ ഡയറക്റ്റ് ഓർഡറാണ്. പക്ഷേ അതുമാത്രം പോരല്ലോ അല്ലേ? മാരേജ് ഭംഗിയാവും, അതെന്റെ പേഴ്സണൽ ലക്ക്. പക്ഷേ എല്ലാ മലയാളിക്കും കിട്ടാമായിരുന്ന അതിനേക്കാൾ വലിയ ഭാഗ്യം മുമ്പിൽ നിൽക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഇല്ലാതായി പോകുമോന്ന ഇപ്പോഴത്തെ പേടി. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അവസാനത്തെ ചായ അല്ലേ? പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ചിലർക്ക് കാശിനും ടൈറ്റായിരുന്നു. അത് ഈ പിള്ളേരുടെ സ്കൂളൊക്കെ തുറക്കുന്നോണ്ട്. പക്ഷേ ഈ ചായയുടെ പൈസ ഞാൻ കൊടുക്കും. മറുത്തൊന്നും പറയരുതേ, അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത വല്ല പുസ്തകവും ഇരിക്കും. എച്ച് പ്രസിഡന്റിനോട് ചോദിച്ചാ ആ ചോദ്യം. ആ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികളെ എനിക്കറിയാം, അവര് പറഞ്ഞതാണ്. നിമ്മി, നിമ്മി, എന്റെ സ്വെറ്ററൊക്കെ മറ്റേ പെട്ടിയിൽ വെച്ചോ? അവിടെ ചെന്നാലും നിനക്ക് അങ്ങനെ ബോറടിച്ചിരിക്കേണ്ടി വരില്ല. സ്ത്രീകൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലച്ചുവിന്റെ ആ ചോദ്യം എന്തായിരുന്നു എന്ന് രാജീവിനറിയോ? അതവൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ നീ പറഞ്ഞൊരു കമന്റിൽ നിന്നാണ് അവൾക്ക് ചോദ്യം കിട്ടിയത്. തർക്കിക്കുമ്പോൾ നീ പറയാറുള്ള യൂഷ്വൽ കോമഡി തന്നെ, നിങ്ങൾ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിന് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നാട്ടിലും വീട്ടിലും ഒക്കെ ആണുങ്ങൾ മാത്രം മന്ത്രിമാരാകുന്നതെന്ന്. ഓർക്കുന്നുണ്ടോ? പക്ഷെ അതിൽ നിന്ന് അവൾ ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റ്യന് ഹാറ്റ്സ് ഓഫ്. അത് കൃത്യമായിട്ട് എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. ഇന്ത്യയിലെ 14 പ്രധാനമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. 15 പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. മികച്ച സ്ത്രീകൾ ഇല്ലാതിരുന്നിട്ടോ? അതോ ആരോ അവളുടെ സ്വപ്നത്തിന് പരിധിയും കാലാവധിയും നിശ്ചയിക്കുന്നതുകൊണ്ടോ? Who decides the expiry date of a woman's dream? ഇന്നിപ്പോ ഇതെവിടെ? ഞാൻ വരുന്നില്ല രാജീവ്. ഞാൻ അയർലൻഡിലേക്കില്ല. ലച്ചുവിനോട് ഞാൻ സംസാരിക്കാം. അവൾക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തീരുമാനവും അവൾക്ക് വേണ്ടി തന്നെയാണ്. എന്നെ കണ്ട് അവൾക്ക് തോന്നിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. ഡയൽ ചെയ്ത് തരൂ. അതിനുള്ള സാവകാശം അവൾ എനിക്ക് തരും. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല സർ, രാജ്യം മുഴുവൻ പരീക്ഷിക്കാവുന്ന ഈ പുതിയ ആശയങ്ങൾക്ക് പ്രചോദനമായത് നിരുപമ രാജീവ് എന്ന UD ക്ലർക്കാണ്. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മഹത്തായ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിരുപമ രാജീവിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. അവരെനിക്ക് മുന്നിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് കാരണമായത്. Excuse me, please. What's that? Sorry, my room key. Okay, please. രാജീവ്, ലക്ഷ്മി. വെൽക്കം.
So, these are your winter vacations? Yes, sir. We'll be going back in 10 days. Do you miss your mother? She doesn't let me miss her. 2 years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today, I'm meeting the same woman to discuss how to take her vision forward nationally. You fainted, but you woke up and turned your lowest point into a starting point. Young man, you should be very proud of your wife. Tell me, in the last 2 years, which moment of your life has been the happiest? Now. This moment. I'm told you've resigned your job at the revenue office. Yes, sir.